ക്രോസ് ചെയ്ത് ഫെൻസിങ്ങിൽ തട്ടിപ്പോകുന്നുണ്ടോ. കൂട്ടമാണ് കൂട്ടം. കാക്കിരി എല്ലാം ഉണ്ട്. ഇവിടെ ജീവിച്ച് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭൂമി വനംവകുപ്പിലേക്ക് കൈമാറാൻ ശ്രമിച്ചത്. നമുക്കുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭരണഘടനയും ഈ നേതാക്കളും ഈ രാഷ്ട്രീയക്കാരും ഈ ഭരണ സംവിധാനം ഈ പറയുന്ന കളക്ടറും IAS IPS ഒക്കെ ജീവിക്കുന്നത്. എനിക്ക് അങ്ങനെയുള്ള സാഹചര്യം വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വനംവകുപ്പ് നിയമം ലംഘിച്ചതുകൊണ്ടുള്ളൊരു ഫൈറ്റ് ആയിരുന്നു. എനിക്ക് ഭരണഘടനയിലുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ ചോദ്യം ചെയ്ത് പോയത് അത് നിയമം ലംഘിച്ചവർക്ക് കിട്ടിയ ഒരു തിരിച്ചടിയായിരുന്നു. ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയാറ്. അതുപോലെ തന്നെ ഇൻസൾട്ടിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി വനം വകുപ്പിനെ കേരള ഹൈക്കോടതിയിൽ മുട്ടുകുത്തിച്ച കഥയാണ് കോതമംഗലം കോട്ടപ്പടി പ്ലാമുടി സ്വദേശിനിയായ മെയ്മോൾ P. ഡേവിസിന്റേത്. വക്കീൽ എന്ന പദവിയില്ലാതെയാണ് മെയ്മോൾ വനം വകുപ്പിന്റെ കാട്ടുനീതിക്കെതിരെ കോടതിയിൽ തീയായത്. കേസിന്റെ നാൾ വഴികളെപ്പറ്റിയും അനുഭവിച്ച പരിഹാസങ്ങളെപ്പറ്റിയും ഒടുവിൽ അടിയുറച്ച ദൈവവിശ്വാസത്താൽ കരസ്ഥമാക്കിയ വിജയത്തെപ്പറ്റിയും മെയ്മോൾ ജൂലൈ 18, 2025 കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ വനം വകുപ്പിനെതിരെ കേസ് വാദിച്ച് ജയിച്ച പെൺകുട്ടി ഞാൻ തന്നെയാണ്. എൻ്റെ പേര് മെയ്മോൾ P. ഡേവിസ് എന്നാണ്. ഇപ്പം നിങ്ങൾ പുറകിൽ കാണുന്നത് കഴിഞ്ഞ 20 വർഷമായിട്ട് 2005 മുതൽ 2025 വരെ ഞാൻ ജീവിച്ചു വളർന്ന എൻ്റെ വീടാണ്. ഈ വീടിനെ ഉപേക്ഷിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് ഈ വീട് തന്നെയാണ്. കാരണം എൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിലൊക്കെ എൻ്റെ ഒപ്പം നിന്നത് എൻ്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ ഞാൻ വന്ന് ഇരുന്ന് കരയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഒരു വീടും ചുറ്റുപാടും ഇത് തന്നെയാണ്. പക്ഷേ ഇത് വിട്ടിട്ട് പോകാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 മുതൽ എൻ്റെ ഭൂമിയിലേക്ക് നിരന്തരമായിട്ട് പല പ്രാവശ്യങ്ങൾ ആദ്യമൊക്കെ 2018 മുതൽ ഒറ്റയ്ക്ക് അല്ലാതെയൊക്കെ ആയിട്ട് ആനശല്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് 2022 മുതൽ വളരെ വാശിയോടെന്ന നിലയ്ക്ക് എല്ലാ ദിവസവും ഓരോ ദിവസവും ആന വന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്കിടെ ഉറക്കം നഷ്ടപ്പെടാൻ തുടങ്ങി. ആനശല്യം ആയതുകൊണ്ട് നല്ല രസമാണ്. ആനച്ചന്തം എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ രാത്രിയിൽ നമ്മളെ ആക്രമിക്കാനായിട്ട് വാലും പൊക്കി വരുന്ന അല്ലെങ്കിൽ ചെവി ആട്ടിക്കൊണ്ട് ചിഹ്നം വിളിച്ച് വരുന്ന ആനയ്ക്ക് ഒരു സൗന്ദര്യമുള്ളതായിട്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നും കണ്ടിട്ടുണ്ട്, ഒരു ഏകദേശം ഒരു 10 മീറ്റർ ദൂരെ നിന്നും കണ്ടിട്ടുണ്ട്, ബാക്ക് സൈഡിൽ നിന്നും കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ആനയ്ക്ക് ആനച്ചന്തം തോന്നിയിട്ടേ ഇല്ല. അത് ഭയാനകമായൊരവസ്ഥയാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ വീടിൻ്റെ ഈ മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു 10 മീറ്റർ ദൂരെ പട്ടി കുറച്ചിട്ട് നോക്കുന്ന സമയത്ത് ആന നിൽക്കുകയാണ്. ഈ ഭയാനകമായ അവസ്ഥയിൽ നമ്മുടെ മാനസിക നില തെറ്റാം, നമുക്ക് ഉറക്കമില്ലാത്ത അവസ്ഥകളുണ്ടാകുന്നു. എല്ലാ ദിവസവും ആന വരുമ്പോൾ ഉറക്കമില്ലാത്ത അവസ്ഥകൾ വരുന്നു. ഇതിനെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. എനിക്ക് എല്ലാ ദിവസവും വാശി എന്ന നിലയ്ക്ക് ആന എൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉറക്കം ശരിയാവുന്നുണ്ടായില്ല. അതേ സമയത്താണ് എൻ്റെ അമ്മ മോളിയമ്മയ്ക്ക്, ശ്രീമതി മോളി ഡേവിസ് എന്നാണ് അമ്മയുടെ പേര്. അപ്പോൾ മോളിയമ്മേനെ ആ സമയം ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കീമോയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഈ ആന ഇങ്ങനെ വാശിയോടെന്ന് നിലയ്ക്ക് വരുമ്പോൾ നമുക്ക് ഉറക്കം ശരിയാവുന്നുണ്ടായില്ല അമ്മയ്ക്ക്. പ്ലസ് ആ സമയത്ത് വണ്ടീനെ വിളിച്ചാലോ, ഞാൻ ആംബുലൻസ് വിളിക്കാൻ ശ്രമിച്ചു, ആംബുലൻസുകാർ വരുന്നുണ്ടായില്ല. പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചു, പോലീസുകാരും വരുന്നുണ്ടായില്ല. കാരണം പോലീസുകാരൊക്കെ എപ്പോഴും ജോലിക്ക് വരണമെന്നുള്ളതാണ്, അവരും വരുന്നുണ്ടായില്ല. ഓട്ടോറിക്ഷക്കാരെ വിളിച്ച് അവർ ആന കാരണം പേടിച്ച് അവരും വരുന്നുണ്ടായില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമ്മൾ ഇങ്ങനെ ആനശല്യമാണെന്നുള്ള കാര്യം എല്ലാവരോടും പറഞ്ഞു, പഞ്ചായത്തിൽ പറഞ്ഞു, ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് പോകാവുന്ന ആശ്രയിക്കാവുന്ന എല്ലാവരോടും പറഞ്ഞു. MLA-നോട് പറഞ്ഞു, MP-നോട് പറഞ്ഞു, കളക്ടറിനെ പോയി കണ്ടു, ആരും DFO-നെ കണ്ടു, മന്ത്രിയെ കണ്ടു, വനം വകുപ്പ് മന്ത്രിയെ നേരിട്ട് പോയി കണ്ടു, വനം വകുപ്പിൻ്റെ ആസ്ഥാനത്ത് പോയി സംസാരിച്ചു. ആരും ഒരു തലത്തിലും ഈ ആനശല്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പരിഗണിക്കുന്നുണ്ടായില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതേ സമയം തന്നെ ഇവിടെ ഓടിയ ഒരു പ്രൊജക്റ്റാണ് റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് 2018 പ്രളയത്തിന് ശേഷം കേരള സർക്കാർ മുന്നോട്ട് വയ്ക്കി വെച്ച ഒരു പ്രൊജക്റ്റാണ്. 2018 വന്നത്. 2020 അവർ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ പ്രോജക്റ്റിലേക്ക് ഭൂമി കൊടുക്കാൻ സന്നദ്ധരായിരുന്നുണ്ടായില്ല. കാരണം
ഈ 1.5 ഏക്കർ ഭൂമി എന്ന് പറയുന്നത് ഇത്രയും നല്ല മണ്ണ്. മാത്രമല്ല എൻ്റെ അമ്മയ്ക്ക് കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്ന സമയത്ത് പോലും കൃഷി ചെയ്തിട്ട് നല്ല കർഷകയ്ക്കുള്ള അവാർഡ് നമ്മുടെ പഞ്ചായത്തിൻ്റെ മേടിച്ചൊരു സ്ത്രീയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പശുവുണ്ട്, ആടുണ്ട്, പട്ടിയുണ്ട്. നമ്മുടെ ഈ സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകാൻ ഇവരെ ഉപേക്ഷിച്ചുകൊണ്ട് പോകാനും നമുക്ക് സാധിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യം, ഭരണഘടന എല്ലാം നിലനിൽക്കുന്നത് നമുക്കുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭരണഘടനയും ഈ നേതാക്കളും ഈ രാഷ്ട്രീയക്കാരും ഈ ഭരണ സംവിധാനം, ഈ പറയുന്ന കളക്ടറും IAS IPS ഒക്കെ ജീവിക്കുന്നത്. അപ്പോൾ ഈ ആന ആക്രമിക്കുന്നത് ഭരണവ്യവസ്ഥയുടെയും നീതിന്യായ വ്യവസ്ഥയുടെയും ഭാഗത്തു നിന്ന് വരുന്ന അനാസ്ഥയാണ്. അത് മനസ്സിലാക്കാൻ എനിക്ക് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നു. അതായത് നിരുത്തരവാദിത്തപരമായിട്ട് പെരുമാറുന്ന ആളുകൾക്കിടെ അടുത്ത് ഇനി ജീവിച്ചു പോയാൽ അവരെ നമ്മൾ അവർക്കുടെ മുന്നിൽ തല കുനിക്കുന്നതിനേക്കാളും ഭേദം ഭരണഘടന അനുശാസിക്കുന്ന ജീവിക്കാനുള്ള അവകാശവും സ്വത്തിനുള്ള അവകാശവും ചോദിച്ചുകൊണ്ട് നേരെ കേരള ഹൈക്കോടതിയിൽ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ കൊടുത്ത അപേക്ഷ പരിഗണിക്കാതെ ഏകദേശം ഒരു കുറേ നാളത്തോളം 2023 ഞാൻ അപേക്ഷ കൊടുക്കുന്നത്. 2023 ഓഗസ്റ്റ് 22 കൊടുക്കുന്നത്. അത് പരിഗണിക്കാതെ കിടന്നപ്പോഴാണ് നേരെ കേരള ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വിധി എനിക്ക് അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ല, കാരണം നമ്മൾ കേസ് ബാധിച്ചുള്ള എക്സ്പീരിയൻസ് എനിക്കില്ല. പക്ഷേ ഞാൻ MA പഠിച്ച ഒരാളാണ്. എനിക്ക് MA ഹിസ്റ്ററി ഫ്രം മഹാരാജാസ് കോളേജ് ആൻഡ് ദെൻ MA ആർക്കിയോളജി ഫ്രം പൂനെ ഡെക്കാൻ കോളേജ് ആൻഡ് ദെൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ നെറ്റ് ക്വാളിഫൈ ചെയ്ത ഒരാളാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസം MA പഠിച്ച ഒരാൾക്ക് അറിയാം, നമുക്ക് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗം, ഒരു സിലബസാണ് അത്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ പ്രൊജക്റ്റൊക്കെ തയ്യാറാക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. കേരള ഹൈക്കോടതിയിൽ പോകുമ്പോൾ എനിക്ക് അവർ പേടിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അതിൻ്റെ പ്രോട്ടോക്കോൾ പാലിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ പ്രോട്ടോക്കോൾ ഇങ്ങനെയായിരുന്നു: നമുക്കൊരു കേസ് ഫയൽ ഡ്രാഫ്റ്റ് ചെയ്യണം, അതിനകത്ത് സിനോപ്സിസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ്, ഗ്രൗണ്ട്സ്, പ്രെയർ, പിന്നെ എക്സിബിറ്റുകൾ ഇത്രയും വേണമായിരുന്നു. അത് നമ്മുടെ MA പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി കോടതിയിൽ ചെന്നു എങ്കിൽ പോലും എൻ്റെ അനുഭവ കുറവായിരിക്കാം. ആദ്യത്തെ WPC അത്ര ശക്തമായിരുന്നില്ല. പിന്നീട് വന്നത് WPC റിട്ട് പെറ്റീഷൻ 21652/2024 എന്ന് പറയുന്ന ഒരു ഇതിൽ ഒരു കേസിന്മേൽ കേരള ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധി ഇങ്ങനെയായിരുന്നു: 3 മാസത്തിനകം മെയ്മോളുടെ ഭൂമി ഏറ്റെടുത്തുകൊണ്ട്, നിയമവിധേയമായി ഏറ്റെടുത്തുകൊണ്ട് നഷ്ടപരിഹാര തുക നൽകണമെന്നുള്ളത്. അത് 3 മാസം കഴിഞ്ഞു. അതിനുശേഷം 5 മാസമായിട്ടും എനിക്ക് നഷ്ടപരിഹാര തുക ലഭിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ അതിന് ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയലക്ഷ്യ കേസ് ഫയൽ ചെയ്തു. അതിനൊരു വിധി വന്നു, 60 ദിവസത്തിനകം നഷ്ടപരിഹാര തുക നൽകണം എന്നുള്ളത്. അതും വനം വകുപ്പ് പാലിച്ചില്ല. അപ്പോൾ അതിന് ചോദ്യം ചെയ്തുകൊണ്ട് അടുത്ത കോടതിയലക്ഷ്യ കേസ് ഫയൽ ചെയ്തു. രണ്ടാമത്തെ കോടതിയലക്ഷ്യ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് എതിർകക്ഷികൾ മുന്നേ വന്ന ജഡ്ജ്മെൻറ്റ്, അതായത് കോടതിയലക്ഷ്യ കേസിന്മേൽ വന്ന വിധിനെ പുനർപരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തു. അത് ഫയൽ ചെയ്തിട്ട് അതിൽ വന്നൊരു വിധിയുണ്ട്, അത് എനിക്ക് അനുകൂലമായിരുന്നു. ഞാൻ കേരള ഹൈക്കോടതിയിൽ അപ്പിയർ ചെയ്ത ഒരൊറ്റ കേസിന് പോലും ഞാൻ തോറ്റിട്ടില്ല. എനിക്ക് അനുകൂലമായിട്ടോ അതായത് ജയസാധ്യതയോടുകൂടിയോ അല്ലെങ്കിൽ ജയിച്ചോ ആണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ RPയുടെ റിവ്യൂ പെറ്റീഷന് പോയതിൻ്റെ വിധി ഇങ്ങനെയായിരുന്നു: ഞാൻ ഭൂമി സർക്കാരിലേക്ക് എഴുതി കൊടുത്ത് 30 ദിവസത്തിനകം വനം വകുപ്പ് എനിക്ക് നഷ്ടപരിഹാര തുക നൽകണം എന്നുള്ളത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആദ്യം 3 മാസത്തിനുള്ളിൽ എനിക്ക് നഷ്ടപരിഹാര തുക തരണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കോടതിയലക്ഷ്യ കേസിൽ 2 മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു 1 മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞു. അപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഞാൻ പോകുമ്പോൾ എനിക്ക് വിധി കിട്ടുന്നുണ്ട്, പക്ഷെ വനം വകുപ്പ് അത് അനുസരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു, 2 പ്രാവശ്യം കേരള ഹൈക്കോടതിയുടെ വിധിനെ ബഹുമാനിക്കാത്ത വനം വകുപ്പിന് ഞാൻ എന്ത് വിശ്വസിച്ച് എനിക്ക് ഇത്രയും പവിത്രമായ, ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള എൻ്റെ ഭൂമി ഞാൻ വിശ്വാസവഞ്ചന കാണിച്ചവർക്ക് എങ്ങനെ എഴുതി കൊടുക്കും എന്ന് ചോദിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കേരള ഹൈക്കോടതി ഞാനോ വനം വകുപ്പോ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു അട്ടിമറി എന്ന് പറയുന്നത് അതിന് പകരമായിട്ട് എനിക്കൊരു വാക്കറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ പദം ഉപയോഗിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിധി വന്നു. അതായത് റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ മാനദണ്ഡം എങ്ങനെയാണ്: ഏതൊരു ഗുണഭോക്താവും വനം വകുപ്പുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് ഒപ്പിടണം. ആ എഗ്രിമെൻറ്റിൽ പറയുന്നത് 50% തുക ആദ്യം ഗുണഭോക്താക്കൾക്ക് കിട്ടും. അത് കഴിഞ്ഞ് ഗുണഭോക്താക്കൾ ഈ 50% കിട്ടിക്കഴിഞ്ഞ് 30 ദിവസത്തിനകം ഭൂമി വനം വകുപ്പിൽ എഴുതി കൊടുക്കണം. എഴുതി കൊടുത്തതിന് ശേഷമാണ്
നമുക്ക് ബാക്കിയുള്ള 50% കിട്ടുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 50% തുക എന്ന് തരുമെന്നുള്ളത് ഈ എഗ്രിമെൻറ്റിലില്ല. പക്ഷേ ഈ എഗ്രിമെൻറ്റ് പ്രകാരം എന്തെങ്കിലും അവർ നമുക്ക് ആദ്യഘട്ട പൈസ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ദിവസത്തിനകം 30 ദിവസത്തിനകം നമ്മൾ ഭൂമി എഴുതി കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ ഭൂമി എഴുതി കൊടുത്തതിന് ശേഷം ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണോ നമുക്ക് രണ്ടാം ഘട്ട പൈസ കിട്ടുന്നത് എന്നുള്ളതും ഈ എഗ്രിമെൻറ്റിലില്ല. അത് അതിൻ്റെ ഒരു അനാസ്ഥയാണ്. പക്ഷേ കേരള ഹൈക്കോടതി വിധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാർച്ച് 4 തീയതി 2025 മാർച്ച് 4 തീയതി എൻ്റെ 50% പൈസ കിട്ടി. ഇനി ഞാൻ എൻ്റെ ഭൂമി വനം വകുപ്പിലേക്ക് എഴുതി കൊടുക്കണം. പക്ഷേ കോടതി പറഞ്ഞു എനിക്ക് തരാനുള്ള ഈ ബാക്കി അവശേഷിക്കുന്ന പൈസ നേരെ കോടതിയുടെ രജിസ്ട്രിയിൽ കെട്ടിവെക്കണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭൂമി എഴുതി കൊടുത്താൽ അപ്പം തന്നെ ഉറപ്പാണ് എൻ്റെ മുഴുവൻ പൈസയും കിട്ടും എന്നുള്ളത്. എനിക്ക് അങ്ങനെയുള്ള സാഹചര്യം വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വനം വകുപ്പ് നിയമം ലംഘിച്ചതുകൊണ്ടുള്ളൊരു ഫൈറ്റായിരുന്നു. അപ്പോൾ ഞാൻ കോടതിയുടെ രജിസ്ട്രിയിലാണ് കെട്ടിവെക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യമേ ഉയരുന്നില്ല വനം വകുപ്പ് നമുക്ക് ബാക്കി പൈസ തരുമെന്നുള്ളത്. ഞാൻ ആരാന്ന് പറയുന്നില്ല, പക്ഷെ വനം വകുപ്പിലൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് തൻ്റെ കേസ് ഫയൽ കണ്ടപ്പോൾ ഒരു പീറ പെങ്കൊച്ച് വന്നിട്ട് ഒരു പൊട്ട കേസ് ഫയൽ കൊണ്ട് വന്നു, ഞങ്ങൾ അതിനെ അത്രയും നിസ്സാരവൽക്കരിച്ചേ കണ്ടിട്ടുള്ളൂ എന്നാണ്. ഒരു പീറ പെങ്കൊച്ചായിരുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം ഞാൻ അപ്പീൽ പോകില്ല എന്നും ഞാനിതിൻ്റെ പുറകെ നടക്കില്ല എന്നും ഒക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കാം വനം വകുപ്പ് ഓരോ പ്രാവശ്യവും എൻ്റെ കേസ് കോടതിയുടെ വിധിനെ ലംഘിച്ചുകൊണ്ടാണിരുന്നത്. ഈ കോടതിയുടെ വിധി ലംഘിച്ചു എന്നുള്ളതാണ് ഞാൻ അവസാനമായിട്ട് ചീഫ് ജസ്റ്റിസിൻ്റെ കോടതിയിൽ ഞാൻ പ്രൂവ് ചെയ്തത്. ഇങ്ങനെ വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരാൾക്ക് ആര് ഭൂമി എഴുതി കൊടുക്കും? ഞാൻ എങ്ങനെ എഴുതി കൊടുക്കും? എൻ്റെ ഇത്രയും പവിത്രമായ ഭൂമി വിശ്വാസവഞ്ചന കാണിക്കുന്ന വനം വകുപ്പ് ഞാൻ എങ്ങനെ എഴുതി കൊടുക്കും? അതാണ് ഇത്തരം ഒരു അട്ടിമറി കാണിച്ചത്. അപ്പോൾ എനിക്ക് ഭരണഘടനയിലുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ ചോദ്യം ചെയ്ത് പോയത് അത് നിയമം ലംഘിച്ചവർക്ക് കിട്ടിയ ഒരു തിരിച്ചടിയായിരുന്നു. ഞാനോ വനം വകുപ്പോ വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു വിധി വരുമെന്ന്. കാരണം അത് കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വിധി വന്നിട്ടേ ഇല്ല. അത്രമാത്രം വിജയമാണ് ആ വിധിക്ക്, പവർഫുൾ ആയിരുന്നു ആ വിധിക്ക് ഉണ്ടായിരുന്നത്. ഈ വിധിയോടുകൂടി എനിക്ക് കിട്ടിയത് ഒരു അസാമാന്യ ധൈര്യമാണ്. ജീവിതത്തിൽ മുന്നോട്ടേക്ക് സത്യസന്ധമായി ജീവിച്ച നമുക്ക് ആർക്കിടെയും മുന്നിൽ തോറ്റു കൊടുക്കേണ്ടി വരില്ല എന്നുള്ളൊരു ധൈര്യമാണ് കിട്ടിയത്. ഞാൻ പലപ്പോഴും നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടും ഭൂരിഭാഗം പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യണമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് എവിടെയൊക്കെയോ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഈ വിധിയോടുകൂടി സാമ്പത്തികമായൊരു നേട്ടം എന്നുള്ളതിനപ്പുറം ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ ആർക്കും വിധേയപ്പെടാതെ മറ്റുള്ളവർക്ക് മാതൃകയായി ഇങ്ങനെ ജീവിക്കാനുള്ളവർക്ക് ഒരു പ്രചോദനമായി ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതിലാണ് ഞാൻ മുന്നോട്ടേക്ക് വെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനടിസ്ഥാനപരമായിട്ട് ഒന്ന്, നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കണം. 2, നിങ്ങൾക്ക് അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം വേണം. 3, നിങ്ങൾ ആർക്കിടെയും മുന്നിൽ അതായത് എൻ്റെ ജീവിതമാണ്, അതാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി വിധേയപ്പെടാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സാധിക്കുമെന്നേ, അതിനുള്ള ഉത്തമ ഉദാഹരണമാണല്ലോ ഞാൻ. അത് സാധിക്കും, എല്ലാവർക്കും സാധിക്കും. കേരള ഹൈക്കോടതി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, താനൊന്ന് തിരിഞ്ഞു നോക്കൂ, ഇത്രയും മനോഹരമായിട്ട് ആർഗ്യൂ ചെയ്യുന്ന അധികം ആരെയും ഞാൻ കണ്ടിട്ടില്ല. യു ഹാവ് എ ക്ലാരിറ്റി ഓഫ് പ്രസൻറ്റേഷൻ, വൈ കാണ്ട് യു ബിക്കം ആൻ അഡ്വക്കേറ്റ്? എന്തുകൊണ്ട് തനിക്ക് LLB എടുത്തുകൂടാ? തനിക്ക് ഇത്രയും ആർഗ്യൂ ചെയ്യാനുള്ളൊരു കഴിവുണ്ടെന്ന്. അതെനിക്ക് കിട്ടിയൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു ദിവസം കൊണ്ടല്ല. ആ ഒരു വാദം അത് 45 മിനിറ്റ് തിരിച്ചും മറിച്ചും ചോദിച്ച വാദത്തിന് അവസാനം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റാണിത്. ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ 45 മിനിറ്റ് ഒരു കേരള ഹൈക്കോടതിയുടെ ജഡ്ജി തിരിച്ചും മറിച്ചും 30-ലധികം ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു എന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പ്രാപ്തയാകാൻ ഞാൻ എത്രയോ രാത്രികൾ ഉറക്കമുളച്ച് പഠിച്ചിട്ടുണ്ടാകും, എത്രയോ റിഹേഴ്സലുകൾ ചെയ്തിട്ടുണ്ടാകും. എങ്ങനെ ചോദിച്ചാലും നമ്മൾ കോടതിയിൽ പറയുമ്പോൾ നമുക്ക് വാക്കുകൾ അപര്യാപ്തമാകാൻ പാടില്ല, നാക്കുളുക്കാൻ പാടില്ല, പേടിക്കാൻ പാടില്ല, ശക്തവും വ്യക്തവുമായിരിക്കണം. ഇനി സഭ്യം എന്നുള്ളൊരു വാക്കിന് സഭ്യത, ഞാൻ എന്നും സഭ്യത എന്ന് പറയുന്നത് മാന്യമായൊരു ഭാഷേനെയാണ്, അതും ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മളൊരു അഭിനയിച്ചുകൊണ്ടാണ് കോടതിയിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ നാക്ക് എവിടെയെങ്കിലും ഉളുക്കും. എൻ്റെ നാക്ക് ഉളുക്കാതിരുന്നത് ഞാൻ അങ്ങനെയാണ് പെരുമാറുന്നത്. അത് ഞാൻ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ല.
എനിക്ക് 34 വയസ്സാണ്. കഴിഞ്ഞ 34 വർഷത്തെ എൻ്റെ കഠിനമായ ജീവിതം എനിക്ക് തന്ന സമ്മാനവും ഞാൻ നേടിയെടുത്ത, കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്തൊരു കാര്യവുമാണ്. പിന്നെ ഞാൻ ഈ പ്രദേശത്ത് നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ജീവപരിജ്ഞാനവുമുണ്ട്. നമ്മളൊരു എക്കാലത്തും എല്ലാവരും എന്നെ കളിയാക്കിയൊരു കാര്യം, മെയ്മോക്ക് ചാണകത്തിൻ്റെ മണാണ് എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി പരിഹസിച്ച ആളുകളുമുണ്ട്. വിശ്വാസ പ്രമാണവും എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസവും ആവർത്തിച്ച് ഞാൻ തന്നെ അത് തെളിയിച്ച സ്ഥലമാണ് കേരള ഹൈക്കോടതി. നിങ്ങൾ വിശ്വസിക്കണമെന്ന് അറിയില്ല, എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹം LLB എടുക്കണം, വക്കീലാകണം എന്നുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ ഫാദറിനോട് എല്ലാവരും പറഞ്ഞു, ഒരു പെൺകുട്ടി LLB എടുക്കാൻ പോയി കഴിഞ്ഞാൽ ശോഭിച്ച് വരാൻ വർഷങ്ങൾ എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ ഫസ്റ്റ് കസിൻ പറഞ്ഞു, അപ്പൻ്റെ ബന്ധു പറഞ്ഞതാണ് അവൾ LLB എടുക്കാൻ പോയാൽ ശോഭിക്കില്ല എന്ന്. ഞാൻ കേരള ഹൈക്കോടതിയുടെ വിധി മേടിച്ചതിന് ശേഷം ആ പറഞ്ഞ വ്യക്തി തന്നെ എന്നോട് പറഞ്ഞു, നീ LLB എടുക്കണം, അതിനുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം എന്നുള്ളത്. അപ്പോൾ എൻ്റെ എക്കാലത്തെയും ആഗ്രഹമായിരുന്നു LLB എടുക്കണം എന്നുള്ളത്. നമ്മൾ എവിടെ പോയാലും നമുക്ക് വിധിച്ചിട്ടുള്ളത് നമ്മുടെ തലയിൽ വരും എന്ന് പറയുന്ന പോലെ LLB എടുക്കാതിരിക്കാൻ വേണ്ടി മറ്റു വിദ്യാഭ്യാസ രീതിയിലേക്ക് പോകാൻ ശ്രമിച്ച എന്നെ തിരിച്ച് ഇത്രയും നല്ലൊരു വിധി മേടിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാവരും തന്നെ, അറിയുന്ന എല്ലാവരും തന്നെ LLB എടുക്കൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളർന്നു. പക്ഷേ ഈ പറയുന്ന 90% ആളുകളും പറയുന്നത് ഞങ്ങളുടെ കേസുകൾ വാദിക്കാൻ മെയ്മോക്ക് സാധിക്കും, അതുകൊണ്ട് LLB എടുക്കുമെന്നാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളും സാഹചര്യങ്ങളെ അവലോകനം ചെയ്ത് പഠിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാൻ സാധിക്കണം. നിങ്ങൾക്ക് പല മാർഗങ്ങൾ ശ്രമിച്ചിട്ട് കിട്ടിയില്ല, ഈ പറയുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവസാനമായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം, നിങ്ങളുടെ ഒപ്പം ഞാനുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മടി കാരണം, പഠിക്കാനുള്ള മടി കാരണം ആ കേസ് എന്നെ ഏൽപ്പിക്കാമെന്ന് വെച്ചാൽ ഞാനത് സ്വീകരിക്കില്ലായിരിക്കും. ഞാൻ LLB എടുത്താലും സ്വീകരിക്കില്ല. കാരണം കഠിനാധ്വാനത്തിലൂടെ പരിശ്രമിച്ച് തോക്കുമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ താങ്ങായിട്ട് ഞാൻ വരും, അല്ലാതെ നിങ്ങളെ ഏറ്റവും ആദ്യം താങ്ങാൻ ഞാൻ വരില്ല. അപ്പോൾ LLB എടുക്കുമെന്നുള്ളത് അടുത്ത നമ്മൾ LLB നമുക്ക് ചെല്ലുമ്പോൾ കിട്ടുന്നൊരു സാധനമല്ല. അതിന് പ്രവേശനം എടുക്കണം. അടുത്ത വിദ്യാഭ്യാസ വർഷം, അടുത്ത അക്കാദമിക് ഇയറിൽ LLBക്ക് അഡ്മിഷൻ എടുക്കും. ഇപ്പോൾ ഈ കാണുന്ന ഈ കൃഷിസ്ഥലം, ഇതാണ് നമ്മുടെ 1.5 ഏക്കർ സ്ഥലം. ഈ സ്ഥലത്ത് എൻ്റെ അമ്മ ശ്രീമതി മോളി ഡേവിസിന് ക്യാൻസർ ആയിരുന്ന സമയത്ത് പോലും നല്ല കർഷകയ്ക്കുള്ളൊരു അവാർഡ് കിട്ടിയ ഒരാളാണ്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കർഷകയുടെ സ്ഥലം ഒരിക്കലും ഇതുപോലെ കിടക്കില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ കൃഷി ചെയ്യാൻ സാധിക്കില്ല, കാരണം ആനശല്യമായതുകൊണ്ട്. ആനയാണ് ഇവിടെ ഉണ്ടായിരുന്ന വാഴയും മറ്റ് കൃഷികളൊക്കെ തരിശ് ഭൂമിയാക്കിയിട്ടിരിക്കുന്നത്. നമ്മൾ സന്തോഷം കൊണ്ടല്ല വനംവകുപ്പിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ മണ്ണിനെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ പിന്നീട് നമുക്ക് മരണമായിരിക്കും അന്തിമമായിട്ട് കിട്ടാൻ പോകുക. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ മണ്ണിനെ തരിശ് ഭൂമി ആക്കി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം ആനശല്യമാണ്. ഇവിടെ ജീവിച്ച് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭൂമി വനംവകുപ്പിലേക്ക് കൈമാറാൻ ശ്രമിച്ചത്. അപ്പോഴാണ് വനംവകുപ്പ് പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് തടഞ്ഞു വെക്കുകയും എൻ്റെ അപേക്ഷ പരിഗണിക്കാതിരിക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് നിവൃത്തികേട് കൊണ്ട് കേരള ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വന്നത്. ഈ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ അതിരാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് താമസം മാറിയതുകൊണ്ട് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഫെൻസിങ്, നമ്മൾ സ്ഥാപിച്ച ഫെൻസിങ് എടുത്ത് മാറ്റി, അതിനകത്തുണ്ടായിരുന്ന വയറെടുത്ത് മാറ്റി, കമ്പി എടുത്ത് മാറ്റി. പക്ഷേ നമ്മൾ ഫെൻസിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഈ കാണുന്നത് വനം വകുപ്പിൻ്റെ ഫെൻസിങ്ങാണ്. ഇത് ആന നശിപ്പിച്ചിട്ട് കിടക്കുന്ന ഇത് കണ്ടോ, ഇതിൽ നക്കി നോക്കിയാൽ പോലും ഇതിനകത്ത് കറണ്ടില്ല. അപ്പം അത്രയ്ക്ക് ആന ഇത് കയറി നശിപ്പിച്ചു. കാരണം വനം വകുപ്പിനും എപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ആന അമ്മാതിരി വരുന്നു. നിങ്ങൾക്ക് ഒരു പറമ്പ് കിടക്കുന്ന കണ്ടുകഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. വാശിക്ക് എന്ന നിലയ്ക്കാണ് ആന ഫുള്ള് നമ്മുടെ പറമ്പിൽ കയറി ഇറങ്ങുന്നത്. അപ്പോൾ 1-2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. പക്ഷെ കൂട്ടത്തോടു കൂടി വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ തീ ഇട്ടൊക്കെ പേടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തീയൊന്നും ഇപ്പോൾ വർഷങ്ങളായില്ലേ, 2018 തൊട്ടിട്ടാണ് ആന ഇതുപോലെ വരുന്നത്. അപ്പോൾ പയ്യെ ആനയ്ക്ക് തീയും പേടിയല്ലാതെയായി മാറി, ഫെൻസിങ് പേടിയല്ലാതെ മാറി. ഈ സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ ചെറുക്കാൻ ശ്രമിച്ചാൽ പോലും ആനയ്ക്കൊന്നും ഒരു പ്രശ്നമല്ലാതെയായി. അപ്പം ആന
ഇനി അങ്ങോട്ടേക്ക് ഉപദ്രവകാരിയാകും. അപ്പോൾ ഒരു പ്രാവശ്യം നോക്കിക്കഴിഞ്ഞ് എന്നപ്പോൾ ആന തുമ്പിക്കൈ വെച്ചിട്ട് അമ്മേനെ അടിക്കാൻ ശ്രമിച്ചു. അത് അമ്മ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ വീഴ്ചയിൽ അതിന് ബ്ലഡ് കോട്ടായി. പക്ഷേ ഇത് അമ്മ മറച്ചു വെച്ചു. കാരണം കീമോയുടെ വേദനയും ഈ വേദനയും അതിന് അപ്പുറം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും എടുക്കില്ല, ഹോസ്പിറ്റലിൽ ഇവിടെ അഡ്മിറ്റ് ആകില്ല. കാരണം കീമോ ചെയ്യുന്ന മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരാൾക്കടെ പിന്നെ ഒരു മുറിവ് സംഭവിച്ച് ഇവിടെ എടുക്കില്ല. ഒന്നല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകണം, അതല്ലെങ്കിൽ എറണാകുളത്തേക്ക് പോകണം. അന്ന് എന്തോ വീഴുക ചെയ്തിട്ടുള്ളൂ, അധികം ഗുരുതരമായിട്ട് പ്രശ്നങ്ങൾ സംഭവിച്ചില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുമോ, അതിനപ്പുറമായിട്ട് സംഭവിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ മരണം കണ്ട് കിടക്കുക മാത്രമേ നമുക്ക് സാഹചര്യമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വനംവകുപ്പിലേക്ക് കൊടുത്തത്. അമ്മേനെ ഒരു പ്രാവശ്യമല്ല, ഒത്തിരിയേറെ പ്രാവശ്യം ആന ഓടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒത്തിരിയേറെ പ്രാവശ്യമല്ല, 2 പ്രാവശ്യം ആന ഓടിച്ചു, 1 പ്രാവശ്യം തുമ്പിക്കൈക്ക് അടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അന്നേരം മമ്മി തെന്നി വീണതുകൊണ്ട് അന്ന് അടിയേറ്റില്ല. അല്ലെങ്കിൽ ഇന്ന് മോളിയമ്മ ഭിത്തിയിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായി മാറിയേനെ. ഇതാണ് എൻ്റെ അമ്മ മോളിയമ്മ. മോളിയമ്മയോട് ചോദിച്ചു നോക്കാം, മോളിയമ്മയ്ക്ക് ഞാൻ പോയി കേസ് ജയിച്ചതിലാണോ അതോ സ്വന്തം മോള് കേസ് വാദിച്ച് ജയിച്ചു, അതായത് കേസ് അപ്പോൾ ആരെ ഏൽപ്പിക്കാം, അതിൽ സ്വന്തം മോള് കേസ് വാദിച്ച് ജയിച്ചു എന്നുള്ളതിലാണോ കേസ് ജയിച്ചു എന്നുള്ളതിലാണോ അഭിമാനം? എനിക്ക് എൻ്റെ മോള് പോയി, കാരണം ഞങ്ങൾ പോയ ആദ്യത്തെ പ്രാവശ്യം തന്നെ പോയപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് നേടൂലെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പോയി ജയിച്ചപ്പോൾ എനിക്ക് അപ്പം ഭയങ്കര അഭിമാനം ഉണ്ട്, പോയി കേസ് ജയിച്ചതിൽ. വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇപ്പം എല്ലാവരും അമ്മയോടും അപ്പനോടും പറഞ്ഞു നമ്മൾ ഇത്രയും സാഹചര്യമാണ്, കഷ്ടപ്പാടാണ്, മക്കൾക്ക് വിദ്യാഭ്യാസം എന്തിനാ കൊടുക്കണേ, അവർ കെട്ടിച്ചു വിട്ടാൽ പോരെ, അല്ലെങ്കിൽ വലിയ എന്തെങ്കിലുമൊക്കെ പണിക്ക് കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ പലരും പല പണിയും പറഞ്ഞല്ലോ. അപ്പോഴൊക്കെ മമ്മി പലരും തള്ളി പറഞ്ഞപ്പോഴും എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും എന്തിനാ കഷ്ടപ്പാടിലൂടെ പശുവിനെ വളർത്തിയും ആടിനെ വളർത്തിയും ഞാൻ പഠിച്ച് വന്നതിൽ ഇപ്പം എൻ്റെ ഓരോ സെമസ്റ്ററും നമ്മുടെ ഓരോ ആടിനെ വിറ്റിട്ടാണ് ഫീസ് അടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? അത് വിദ്യാഭ്യാസം വിദ്യ സർവ്വതാനാൽ പ്രധാനം. അപ്പോൾ അത് എന്നെക്കൊണ്ട് നേടാൻ പറ്റുന്ന എൻ്റെ മകൾ, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ കുറവ് ഞാൻ ഒത്തിരി അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കളും വിദ്യാഭ്യാസമുള്ളവരായിരിക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസം സർവ്വതാനാൽ പ്രധാനമല്ലേ, ദൈവത്തിൻ്റെ വൻ കൃപ, ഇതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ, പഠിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഈ ദാരിദ്ര്യകാലത്തും അതുപോലെ ഈ കഷ്ടത നിറഞ്ഞതിൻ്റെ കാലത്ത് അതൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. BAക്ക് പഠിക്കുമ്പോഴും +2 പഠിക്കുമ്പോഴും ഒക്കെ ഇവിടെ പുല്ല് വെട്ടി രാവിലെ തന്നെ ഇറങ്ങി പുല്ല് വെട്ടിയതിന് ശേഷമാണ് അവൾ സ്കൂളിൽ പോണത്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, അഭിമാനമുണ്ട്. ഇപ്പോൾ സന്തോഷമാണോ? സന്തോഷമുണ്ട്, ഭയങ്കര അഭിമാനം തോന്നുന്നു. കാരണം ദൈവം ഇത്രമേലൊക്കെ അനുഗ്രഹിച്ചല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിത് പറയിപ്പിച്ചതാണ്. മമ്മി അപൂർവങ്ങളിൽ അപൂർവമാണ് വീഡിയോസിൻ്റെ ഫ്രണ്ടിൽ വരാറുള്ളൂ. അപ്പോൾ എന്താണ് പറയുന്നത് എന്നറിയാനുള്ള എൻ്റെ കൂടെ ഒരു ആകാംക്ഷ കാണാൻ ചോദിച്ചതാണ്. എനിക്ക് ഈ സാഹചര്യത്തിൽ നന്ദി പറയേണ്ടത് എൻ്റെ അപ്പനോടാണ്. എനിക്കിന്നൊരു വിദ്യാഭ്യാസമുണ്ട്, ഇന്ന് എല്ലാവരും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നന്ദി പറയേണ്ടത് എൻ്റെ അപ്പൻ ശ്രീ ഡേവിസ് പി ജോർജിനോടാണ്. എല്ലാവരും അപ്പനോട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ദാരിദ്ര്യമായ സാഹചര്യത്തിൽ എന്തിനാണ് മകളെ ഇത്രയും പഠിപ്പിക്കണേന്ന്. അന്ന് അപ്പൻ പറഞ്ഞൊരു കാര്യം, എനിക്കെൻ്റെ മകൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് വിദ്യാഭ്യാസമാണ്, ഞാനത് എന്ത് കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും കൊടുക്കും എന്നുള്ളതാണ്. ഇന്ന് അപ്പൻ അത് എന്നെ കണ്ട് അഭിമാനിക്കാൻ ഇന്ന് എൻ്റെ അപ്പനില്ല. പക്ഷെ നിങ്ങളിന്ന് തരുന്ന ഓരോ അഭിനന്ദനങ്ങളും അതിൻ്റെ പുറകിൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാടുണ്ട്, അവർക്ക് എന്നിലൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെന്നെ അഭിനന്ദിച്ചുകൊണ്ട് നടത്തുന്ന ഓരോ വാക്കും എൻ്റെ അപ്പനുള്ള പ്രാർത്ഥനയായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. എനിക്കൊരാങ്ങളയുണ്ട്, പിന്നെ ഞാനാണുള്ളത്.
പിന്നെ അപ്പൻ 2018 മരിച്ചുപോയി. ഞാനിങ്ങനെ മുൻനിരയിലേക്കൊക്കെ വരുന്നതിൽ എൻ്റെ ആങ്ങളയ്ക്ക് അത്ര താല്പര്യകക്ഷി ആയിരുന്നില്ല. പക്ഷേ കേരള ഹൈക്കോടതിയുടെ വിധി വന്നു. അതിനുശേഷം എൻ്റെ ആങ്ങളയുടെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, എടാ ഈ മെയ്മോള് നിൻ്റെ പെങ്ങളല്ലേന്ന് ചോദിച്ചപ്പോൾ ആങ്ങള ഭയങ്കര അഭിമാനത്തോടു കൂടി അതെ എൻ്റെ പെങ്ങളാ ആന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടി പറഞ്ഞു. എൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞില്ല, പക്ഷേ അങ്ങനെ മമ്മിയോട് പറഞ്ഞപ്പോൾ അവളെക്കുറിച്ച് ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ പറയണ്ടാമെന്ന് പറഞ്ഞപ്പോൾ മമ്മിക്കും ഭയങ്കര സന്തോഷമായി. അത് കേട്ടപ്പോൾ സന്തോഷമായി.